ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. എറണാകുളം പോണേക്കരയിൽ അച്ഛനും മകളും മരിച്ച നിലയിൽ പവിശങ്കർ, 6 വയസ്സുള്ള മകൾ വാസുകി എന്നിവരാണ് മരിച്ചത്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്നുള്ള ആത്മഹത്യയെന്നാണ് സൂചനകൾ വരുന്നത്. അർജുൻ മട്ടന്നൂരാണ് ഇപ്പോൾ സ്ഥലത്തു നിന്ന് ചേരുന്നത്. അർജുൻ, മകൾക്ക് വിഷം നൽകിയ ശേഷം ഈ പിതാവ് ജീവൻ ഒടുക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുടുംബ പ്രശ്നങ്ങളായിരുന്നു. തീർച്ചയായും വിനീത, അങ്ങനെ തന്നെയാണ്. കുടുംബ പ്രശ്നങ്ങളാണ് കാരണമെന്ന് തന്നെയാണ് പ്രാഥമികമായ നിഗമനം. ഈ കാണുന്ന വീട്ടിലാണ്, പോണേക്കര പെരുമനത്താഴത്തുള്ള ഈ കാണുന്ന വാടക വീട്ടിലാണ് അവർ താമസിച്ചിരുന്നത്. കഴിഞ്ഞ 3 വർഷമായി ഇവർ ഇവിടെ താമസിക്കുന്നുണ്ട്. താഴെ ഈ വീട്ടുടമസ്ഥനാണ്. അതിൻ്റെ മുകൾ ഭാഗത്താണ് അതായത് പവിശങ്കറും ഭാര്യയും അതോടൊപ്പം തന്നെ മകൾ വാസുകിയും താമസിച്ചിരുന്നത്. സെയിൽസ്മാൻ ആയിരുന്നു പവിശങ്കർ. ഭാര്യ അതോടൊപ്പം ഇവിടെയുള്ള ഒരു മാളിൽ കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന വിഭാഗത്തിലായിരുന്നു. 6 വയസ്സ് മാത്രമാണ് വാസുകിക്ക് ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെയാണ് മറ്റൊരു ബന്ധുവായ യുവാവാണ് തൊട്ട് താഴെയുള്ള ഉടമസ്ഥൻ്റെ വീട്ടിലെത്തി ഇങ്ങനൊരു വിവരം അറിയിക്കുന്നത്. പോലീസിന് വിവരം അറിയിക്കണം, ഉടൻ തന്നെ അവരെ കൊണ്ടുവരണം എന്നറിയിക്കുന്നത്. ഉടൻ തന്നെ പോലീസിന് വിവരമറിയിക്കുകയും പോലീസ് എത്തിയപ്പോഴാണ് ഈ കുഞ്ഞിന് വിഷം നൽകിയ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിൽ പോലും വാസുകിയെ രക്ഷിക്കാനായില്ല. പവിശങ്കർ തൊട്ടടുത്ത് തന്നെ തൂങ്ങി മരിച്ച നിലയിലാണ് പവിശങ്കറിനെ കണ്ടെത്തിയത്. ഇപ്പോൾ എളമക്കര പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികളടക്കം പൂർത്തിയാക്കി. ഇപ്പോൾ പവിശങ്കറിൻ്റെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും വിശദമായ അന്വേഷണം നടത്തുകയാണ്. മൊഴിയെടുക്കുന്ന അടക്കമുള്ള നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടില്ല. സ്വാഭാവികമായും മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും മൊഴിയെടുക്കുക. എന്തായാലും 2 പേരും മരിച്ചിരിക്കുന്നു. പവിശങ്കർ അതോടൊപ്പം തന്നെ 6 വയസ്സുള്ള മകൾ വാസുകി എന്നിവരാണ് മരിച്ചത്. ഇവർ അരൂർ പാണാവള്ളി സ്വദേശികളാണ്. അർജുൻ, ഇവർ 2 പേരും മാത്രമാണോ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്? അങ്ങനെയാണ് പോലീസ് പറയുന്നത്. ആ സമയത്ത് പവിശങ്കറിൻ്റെ ഭാര്യ സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നതാണ് പോലീസ് പറയുന്നത്. പിന്നീടാണ് ഈ വിവരം അറിഞ്ഞാണ് ഭാര്യ ഇങ്ങോട്ടേക്ക് എത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് യഥാർത്ഥ കാരണം എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ. ഇതിൽ പ്രാഥമികമായ നിഗമനം കുടുംബ പ്രശ്നമാണ് എന്നുള്ളതാണ്. പക്ഷേ ഉടമസ്ഥനടക്കം പറയുന്നത് അത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, അത്തരത്തിൽ ഒരു ഏതെങ്കിലും തരത്തിലുള്ള കലഹമോ അല്ലെങ്കിൽ ബഹളമോ ഈ വീട്ടിലുണ്ടാകാറില്ല എന്നും ഈ വീട്ടുടമസ്ഥൻ പറയുന്നുണ്ട്. എന്തായാലും വിശദമായ അന്വേഷണം പോലീസ് നടത്തി വരികയാണ്. ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയതായി നിലവിൽ വിവരമില്ല. എന്താണ് മരണകാരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടിക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും പോലീസ് വിശദമായ അന്വേഷണം നടത്തുക. സ്വാഭാവികമായും കുടുംബാംഗങ്ങളുടെ അടക്കം മൊഴിയും രേഖപ്പെടുത്തേണ്ടതുണ്ട്. അത്തരത്തിൽ വിശദമായ അന്വേഷണം നടത്തിയ ശേഷം മാത്രമേ ആത്മഹത്യക്ക് പിന്നിൽ എന്താണ് കാരണം എന്ന കാര്യം വ്യക്തമാവുകയുള്ളൂ എന്നാണ് ഇപ്പോൾ എളമക്കര പോലീസ് പറയുന്നത്. എന്തായാലും മൃതദേഹം ഇപ്പോൾ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുഞ്ഞിൻ്റെ മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലാണുള്ളത്. വാസുകി ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് ഈ കുഞ്ഞിൻ്റെ മരണം സ്ഥിരീകരിച്ചത്. ശരി അർജുൻ, വേദനിപ്പിക്കുന്ന വാർത്ത തന്നെയാണ് വരുന്നത്. 6 വയസ്സ് മാത്രമാണ് ആ കുഞ്ഞിനുള്ളത്, വാസുകിക്കുള്ളത്. കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷമാണ് അച്ഛൻ തൂങ്ങി മരിച്ചിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ അർജുൻ വീണ്ടും അപ്ഡേറ്റ് ചെയ്യും. അർജുൻ മട്ടന്നൂരാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.